ലേൺ പ്രോഗ്രാമിംഗ് ഇൻ മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാൻ പോണത് PHP7 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പുതിയ ഫീച്ചറാണ്. അതായത് സ്ട്രിക്റ്റ് ടൈപ്സ് എന്ന് പറയും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യുന്ന കാര്യമാണ് പഠിച്ചത്. അപ്പോൾ അതിനകത്ത് ഒരു എക്സ്ട്രാ കാര്യം കൂടി ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ സ്ട്രിക്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആദ്യം ബൈ ഡിഫോൾട്ട് PHPയിൽ അത് എനേബിൾഡ് ആയിരിക്കില്ല. അപ്പോൾ അത് എനേബിൾ ചെയ്യാനായിട്ട് നമ്മൾ PHPയിൽ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുക്കണം. അതായത് ഡിക്ലെയർ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ്റെ അകത്ത് സ്ട്രിക്റ്റ് ടൈപ്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഒരു കോഡ് ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഫയലിൽ PHPയുടെ സ്ട്രിക്റ്റ് ടൈപ്സ് എന്ന് പറയുന്ന ഫീച്ചർ എനേബിൾഡ് ആവും. ആക്ച്വലി അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫങ്ഷൻ എഴുതുമ്പോൾ അതിൽ പാസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ റിട്ടേൺ ടൈപ്പ് അതിലൊക്കെ നമ്മളൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഡാറ്റ ടൈപ്പ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് എന്ത് കറക്റ്റ് അല്ലാത്തൊരു ഡാറ്റ ടൈപ്പ് നമ്മൾ പാസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ PHP അത് ഫാറ്റൽ എറർ അടിച്ച് അവിടെ സ്റ്റോപ്പ് ആവുന്നതാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യുന്ന ഡാറ്റയൊക്കെ കുറച്ചും കൂടി അക്യുറേറ്റ് ആയിട്ട് നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നോർമലി PHP ഒക്കെ ഒരു ഡൈനാമിക്കലി ടൈപ്പ്ഡ് ലാംഗ്വേജ് ആണ്. പക്ഷേ ഈ ഒരു പുതിയൊരു ഫീച്ചർ കൊണ്ട് നമുക്ക് PHPയിൽ കുറച്ച് സ്ട്രിക്റ്റ് ടൈപ്പ് ചെക്കിങ്സ് ഫങ്ഷൻസിൽ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ സിയോ അല്ലെങ്കിൽ ജാവയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഒരു സ്റ്റാറ്റിക്കലി ടൈപ്പ്ഡ് ലാംഗ്വേജ് ആണ്. അപ്പോൾ അതിനോടൊക്കെ വളരെ സിമിലറായിട്ട് ഒരു ടൈപ്പ് ചെക്കിങ് നമുക്ക് ഫങ്ഷൻസിൽ കൊണ്ടുവരാനായിട്ട് ഈ ഒരു ഫീച്ചർ കൊണ്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്നൊരു കോഡ് ചെയ്ത് എക്സാമ്പിൾ നോക്കാം. നമ്മളിവിടെ ഒരു ഫങ്ഷൻ എഴുതുന്നു, കാൽക്കുലേറ്റ് സം എന്ന് പറഞ്ഞ ഒരു ഫങ്ഷൻ. അപ്പോൾ ഈ ഒരു ഫങ്ഷൻ 2 ആർഗ്യുമെൻറ്റ്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ ഒരു നോർമൽ ഫങ്ഷൻ ആയിട്ട് തന്നെ എഴുതുന്നു. $x and $y അതാണ് നമ്മുടെ ഫങ്ഷൻ്റെ 2 ഇൻപുട്ട്സ്. അപ്പോൾ അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ $x പ്ലസ് $y. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു നോർമൽ ഫങ്ഷനാണ്. ഇതൊന്ന് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾ ഫങ്ഷൻ കോൾ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ 2 നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു വാല്യൂവിനെ ഇവിടെ പ്രിൻ്റ് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇത് റീലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ കഴിയും ഇവിടെ 12 എന്ന് പറയുന്ന ഒരു റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നോർമൽ ഫങ്ഷനാണ്. അപ്പോൾ ഇതിൽ സ്ട്രിക്റ്റ് ടൈപ്പിംഗ് ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതെങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മളിനി പറയാൻ പോകുന്നത്. പക്ഷേ ഈ ഒരു ഫങ്ഷന് നമ്മളിപ്പോൾ സപ്പോസ് ഇവിടെ സെക്കൻഡ് ആർഗ്യുമെൻ്റ് ആയിട്ട് എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു സ്ട്രിങ് വേരിയബിളോ അല്ലെങ്കിൽ അറേയോ അങ്ങനെ എന്ത് വേണമെങ്കിലും പാസ് ചെയ്യാം. നമുക്ക് നമ്പേഴ്സാണ് ആക്ച്വലി നമ്മൾ കാൽക്കുലേഷനിൽ യൂസ് ചെയ്യുന്നതെങ്കിലും ബൈ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഡാറ്റ നമ്മൾ കൊടുക്കുന്നത് തെറ്റിപ്പോയാലും ഇവിടെ ഈ ഒരു കാൽക്കുലേഷൻസ് നടക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ആക്ച്വലി PHPയുടെ ഒരു നോട്ടീസാണ് വന്നിട്ടുള്ളത്. ആക്ച്വലി എററല്ല, ഇതൊരു നോട്ടീസാണ്. പക്ഷേ ആ ഒരു നോട്ടീസ് വാർണിംഗ് പോലെയാണ് ഇത് വന്നിരിക്കുന്നത്. പക്ഷേ സ്റ്റിൽ നമുക്ക് ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ഇതിനെ ആക്ച്വലി ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്തിട്ട് ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ ഒരു കാൽക്കുലേഷൻ ഇപ്പോൾ നടന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റിൽ നമുക്ക് ഔട്ട്പുട്ട് 12 എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഈ ഇൻപുട്ട് വേണമെങ്കിൽ ഒരു അറേ ആയിട്ടൊക്കെ പാസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുന്നൊരു സിറ്റുവേഷനിൽ നമുക്ക് ഇതൊരു എററായിരിക്കും റിട്ടേൺ അടിക്കുന്നത്. കാരണം നമ്മൾ കാൽക്കുലേഷനിൽ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു നമ്പറാണ്, പക്ഷെ നമ്മൾ പാസ് ചെയ്തത് നമ്പറല്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന കേസിൽ നമുക്ക് ഇത് സ്ട്രിക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രിക്റ്റ് ടൈപ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് വളരെ സിമ്പിളാണ്. നമ്മൾ പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൻറ്റീജേഴ്സ് ആണെങ്കിൽ നമ്മൾ ആ പാരാമീറ്റേഴ്സിൽ ഇവിടെ ഇൻ്റ് എന്ന് മെൻഷൻ ചെയ്യുന്നു. അപ്പോൾ ആ 2 വേരിയബിളും നമ്മൾ ഇൻ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ PHP ഒരു ഇൻറ്റീജർ ടൈപ്പ് പാരാമീറ്റർ മാത്രമേ
ഈ ഒരു ഫംഗ്ഷനിലേക്ക് ആക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. ഇതൊന്ന് നമുക്ക് ആദ്യം റൺ ചെയ്ത് നോക്കാം. ഇത് റൺ ചെയ്യുമ്പോൾ നേരത്തെ വന്നതുപോലെ 12 എന്ന ഔട്ട്പുട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാനിനിയിപ്പോൾ ഇവിടെ ഒരു സ്ട്രിങ് 10 ആണ് ഞാനിവിടെ പാസ് ചെയ്യാൻ നോക്കുന്നത് എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം നേരത്തെ പോലെ ഒരു നോട്ടീസ് അല്ല വന്നിരിക്കുന്നത്, ഒരു ഫാക്ടൽ എറർ, അതായത് കോഡ് എക്സിക്യൂഷൻ എറർ സ്റ്റോപ്പായി പോയിരിക്കുന്നു. അപ്പോൾ അതാണ് നമ്മൾ സ്ട്രിക്റ്റ് ടൈപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓൺലി ഇൻറ്റീജർ വാല്യൂസ് മാത്രമേ ഈ ഒരു ഫംഗ്ഷൻ ഇപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇത് നമ്മൾ സ്ട്രിക്റ്റ് ടൈപ്സ് പറഞ്ഞത് ഈ ഇൻപുട്ട്, അതായത് ഈ ആർഗ്യുമെൻറ്റ്സിൽ ടൈപ്സ് കൊടുക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ആർഗ്യുമെൻറ്റ്സിൽ മാത്രമല്ല, നമുക്ക് റിട്ടേൺ ചെയ്യുന്ന ഡാറ്റ, അതായത് ഈ റിട്ടേൺ വാല്യൂവിലും സ്ട്രിക്റ്റായിട്ട് ടൈപ്പ് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ റിട്ടേൺ ഡാറ്റയ്ക്ക് ഒരു ടൈപ്പ് പറയണമെങ്കിൽ ഇവിടെ ഒരു കോളൻ കൊടുക്കുക, അതിനുശേഷം റിട്ടേൺ വരുന്ന ഡാറ്റയുടെ ടൈപ്പ്, നമുക്ക് വേണ്ട ഡാറ്റയുടെ ടൈപ്പ് ഇവിടെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഇതാണ്, ഈ ഒരു ഫംഗ്ഷൻ 2 ഇൻറ്റീജർ വാല്യൂസാണ് ഇൻപുട്ടായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നത്. അത് റിട്ടേൺ ചെയ്യുന്നതും ഒരു മസ്റ്റായിട്ടും ഒരു ഇൻറ്റീജർ വാല്യൂ തന്നെ ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഈ ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ 12 എന്ന് പറയുന്ന വാല്യൂ വന്നിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇത് മാറ്റി ഇവിടെ ഒരു സ്ഥലമൊന്നും അങ്ങനെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വാല്യൂ റിട്ടേൺ കൊടുത്താൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ഫാറ്റൽ എററാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഫാറ്റൽ എറർ വരാനുള്ള കാരണം ഇവിടെ ഒരു ടൈപ്പ് ഇൻറ്റ് നമ്മൾ ഫോഴ്സ്ഫുള്ളി സ്ട്രിക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് നോർമൽ ഫംഗ്ഷൻ പോലെ വർക്ക് ചെയ്യും, ഇവിടെ അതൊരു എററായിട്ടൊന്നും അത് വരില്ല. അപ്പോൾ അതാണ് നമ്മുടെ ഈ സ്ട്രിക്റ്റ് ടൈപ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് PHPയിൽ. ഇത് ആക്ച്വലി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. കാരണം നമുക്ക് ഫങ്ഷൻസൊക്കെ എഴുതുമ്പോൾ ഡാറ്റ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഡാറ്റ ടൈപ്സൊക്കെ കറക്റ്റായിട്ട് തന്നെ പോകുമെന്ന് നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് ഇത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഫീച്ചറാണ്. അപ്പോൾ നമ്മൾ ഇനിയും PHPയുടെ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ PHP7 വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഇതിന് കൂട്ടത്തിൽ പഠിക്കുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്.